ഉത്തരമാറ്റിലാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ കൊലപ്പെടുത്താനായിട്ട് അഭി ഇറങ്ങിത്തിരിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് തൻ്റെ സഹോദരിക്ക് എങ്ങനെയെങ്കിലും അനിയെ നേടിക്കൊടുക്കണമെന്നുള്ള ആ വൃത്തികെട്ട ദുഷ്ടമായ ചിന്തയാണ് നമ്മുടെ അഭിയെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്ന് കാണാം. ഇവിടെ നയനയും ആദർശും അനിയെ ഉപദേശിച്ച് പറഞ്ഞയക്കുന്നുണ്ട് എന്ന് കാണാം. അനി പോകുന്നത് എവിടേക്കാണെന്ന് അവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അതായത് അനി പോകുന്നത് നന്ദുവിനെ കാണാനാണെന്ന് തിരിച്ചറിയുന്ന അവരാണെങ്കിൽ അനിയെ വിലക്കാനായിട്ട് നിൽക്കുന്നൊന്നുമില്ല. കാരണം അനിയുടെ ഇഷ്ടം അത് നടക്കട്ടെ എന്ന് അവർ വിചാരിക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനി നന്ദുവിൻ്റെ മുൻപിലേക്ക് ചെല്ലുകയാണ്. നന്ദുവിനോട് നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം എല്ലാവരേക്കാളും കൂടുതൽ നന്ദു സന്തോഷിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. നന്ദുവിന് നല്ല രീതിയിൽ തന്നെ സന്തോഷമാവുകയാണ്. ഈ വിവാഹ നിശ്ചയം മുടങ്ങാനായിട്ട് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു അനി. ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല, അത് സത്യം തന്നെയാണ്. അതായത് എന്തെങ്കിലും ചെയ്താൽ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഏട്ടനും വിഷമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ നീ ഇടപെടാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറിയേനെ എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. എന്തായാലും നീ ഇടപെടാഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെട്ട് വിവാഹ നിശ്ചയം മുടക്കി എന്ന് അനി പറയുന്നത് കാണാനായിട്ട് കഴിയും.